സുഹൃത്തുക്കളെ, വൈറസ്, വാക്സിൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്സിനെ കുറിച്ചുള്ള നമ്മളെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ വൈറസിനെ കുറിച്ചിട്ടും വാക്സിനെ കുറിച്ചുള്ള കോലാഹലത്തിൽ നമുക്ക് ചോദിക്കാനുള്ള 3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ വൈറസ് എന്ന സാധനം ശരിക്കും നമ്മളെ പ്രേതം, പിശാച്ച്, മറുത, ആനമറുത, ഒടിയൻ, ദൈവം, ശൈത്താൻ എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒന്ന് തന്നെയാണോ? അതല്ല, ഇതിനെ കണ്ടവരുണ്ടോ? കണ്ട ഒരാളുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു, അങ്ങനെ കണ്ടു എന്ന്, അയാളെ സംബന്ധിച്ചിടത്തോളം. അല്ലാത്തവരൊക്കെ കണ്ടവരാണെങ്കിൽ അത് ദൈവത്തെ കണ്ടവരും അല്ലെങ്കിൽ കണ്ടവരും. അപ്പോൾ ഉദാഹരണമായിട്ട് മുഹമ്മദ് നബി ദൈവത്തിനെ കണ്ടിട്ടുണ്ട്. ദൈവത്തിനെ കണ്ട മുഹമ്മദ് നബിയെ കണ്ട അനുയായികളുണ്ട്. അനുയായികളെ കണ്ട ഇവിടെ ആൾക്കാരുണ്ട്. അതേപോലെ ദൈവത്തിനെ കുറിച്ച് നമ്മളൊരു വഴിയിലെത്തി. അതേപോലെ ഈ വൈറസിനെ കണ്ടവരുണ്ടോ? മാത്രമല്ല, ഈ വൈറസ് എന്ന് പറഞ്ഞാൽ ജീവൻ ഉള്ളതും ജീവൻ ഇല്ലാത്തതുമായ ഒരു വസ്തുവാണെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവൻ ഉള്ള സമയത്ത് കണ്ടോ അതോ ജീവൻ ഇല്ലാത്ത സമയത്ത് കണ്ടോ? മാത്രമല്ല, ഇത് കാണണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു സാധനം വേണമെന്നാണ് പറയുന്നത്. അതിവിടെ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ വൈറസാണ് ഈ അസുഖം ഉണ്ടാക്കാൻ കാരണം എന്നതിന് എന്താണ് തെളിവ്? ആ രോഗമുള്ള സമയത്ത് രോഗമുള്ള ആളുടെ ശരീരത്തിൽ, സ്രവത്തിൽ വൈറസ് ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അതാണ് അതിന് കാരണം എന്ന് നമുക്ക് എങ്ങനെ പറയാം? അതാണ് ഇതിന് കാരണം എന്ന് എങ്ങനെ പറയാം? ഏതുപോലെ എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഒരു ഇവൻ്റ് നടക്കുന്ന ഒരു സ്ഥലം, ആ ഇവൻ്റ് നടക്കുന്ന സ്ഥലത്ത് പല പല ജീവികളും വന്നുകൂടും. ഉദാഹരണമായിട്ട് ഒരു കാട്ടിലെ അനേകം സസ്യങ്ങളും ജന്തുക്കളും കിളികളും ഒക്കെ ഉണ്ടാവും. ഈ പറവകളാണ് ആ കാടുണ്ടാകാൻ കാരണം എന്ന് പറയാൻ പറ്റുമോ? അതേപോലെ ഈ മരുഭൂമിയിൽ ഒട്ടകങ്ങളുണ്ട്. ഈ ഒട്ടകങ്ങളാണ് കാടിങ്ങനെ ആവാൻ കാരണം എന്ന് പറയാൻ പറ്റുമോ? ഒട്ടകങ്ങളാണോ കാടിന് കാരണം? അതോ ഒട്ടകങ്ങളാണോ മരുഭൂമി ആവാൻ കാരണം? അതോ മരുഭൂമിയാണോ ഒട്ടകത്തിനെ ഉണ്ടാക്കിയത്? അതായത് ഇത് യഥാർത്ഥത്തിൽ ആ വസ്തുവിൻ്റെ എന്താണ് അതിന് കാരണം എന്നുള്ള ചെറിയൊരു ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് നമ്മളെ ഒരു ഫങ്ഷൻ നടക്കുകയെന്ന് വിചാരിച്ചു, വിവാഹം, അല്ലെങ്കിൽ പിന്നെ ഒരു വിവാഹം തന്നെ വെച്ചു. ഈ വിവാഹത്തെക്കുറിച്ചിട്ട് യാതൊരു ധാരണ ഇല്ലാത്ത ഒരാൾ, അതായത് ഒരു അന്യഗ്രഹ ജീവി വന്നിട്ട് ഈ വിവാഹം കാണുന്നു. അത് കണ്ടാൽ 2 പേരിയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ പിന്നെ മുസ്ലിം കല്യാണമാണെങ്കിൽ പുരുഷൻ ഉണ്ടാവുള്ളൂ, സ്ത്രീ ഉണ്ടാവുകയെന്നില്ല. മാത്രമല്ല, അവിടെ പല ആൾക്കാരും വരുന്നുണ്ട്. ഇതിൽ കൂടിയ ഏതെങ്കിലും ഒരാളാണോ ഈ കല്യാണത്തിന് കാരണം? പാചകക്കാരൻ വരുന്നുണ്ടാവും, വിളമ്പുകാരനുണ്ടാവും, പിന്നെ പുരോഹിതന്മാരുണ്ടാവും, പിന്നെ മൈക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേജ്
ശരിയാക്കുന്നവരുണ്ടാവും. ഈ വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കളുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഈ സാമൂഹ്യ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടാവും. ഇങ്ങനെ പലരും കൂടി ചേരുന്ന അതിൽ ഏതെങ്കിലും ഒരാൾ കാരണമാണ് ആ കല്യാണം നടക്കുന്നത് എന്നും കല്യാണത്തിന് അതാണ് കാരണം എന്ന് പറയാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ അല്ലേ ഈ നമ്മളെ രോഗങ്ങളുടെ കാര്യം. ഈ രോഗത്തിന് ഇതാണ് കാരണം എന്ന് എങ്ങനെ പറയാം? അതിൻ്റെ ഉള്ളിലുള്ള കാരണമല്ല. പിന്നെ അതാണ് അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പോൾ അതായത് നമ്മളെ ശരീരത്തിൽ ഇത് ഈ അട്രാക്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഈ നല്ലൊരു പ്രതലത്തിൽ ഒരു മേശയിൽ, നല്ല വൃത്തിയുള്ള മേശയിൽ യാതൊരു വൃത്തികേടും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു ഈച്ച ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ ഒരു ഉറുമ്പുണ്ടാവണേ എന്ത് വേണം? അവിടെ എന്തെങ്കിലും അവയ്ക്ക് ആവശ്യമായ എന്തെങ്കിലും ഇട്ടാൽ മതി. അതായത് ഒരു ചെറിയ പഞ്ചാരയോ ശർക്കരയോ തേനോ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഈച്ച വരും. അപ്പോൾ ഈച്ചയല്ല ഇതിന് കാരണം തേനാണെന്നർത്ഥം. അല്ലെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന വസ്തുക്കളാണ്. ഒരു ശർക്കരൻ്റെ പൊട്ടിട്ടുണ്ടെങ്കിൽ ഈച്ചകൾ വരും, അല്ലെങ്കിൽ ഉറുമ്പ് വരും. ഈ ഉറുമ്പല്ല യഥാർത്ഥത്തിൽ ഇതിന് കാരണം ആ ശർക്കരയാണ്, അതിനെ അട്രാക്റ്റ് ചെയ്ത വസ്തുവാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു രോഗം വന്നാൽ അവിടെ ഏതെങ്കിലും ഇവരുടെ ഇതുവരെ അനുഭവമില്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു പുതിയതായ ഉപകരണം കൊണ്ട് കണ്ടെത്തി എന്ന് വെച്ചാൽ അതാണ് ഈ രോഗത്തിന് കാരണം എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഈ ലോകത്തുള്ള എല്ലാ വൈറസുകളെയും എല്ലാ ബാക്ടീരിയകളെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെ വായിലായിക്കോട്ടെ, നമ്മളെ ശരീരത്തിലായിക്കോട്ടെ, ഈ ശരീരത്തിൽ അനേകം ജീവികളുണ്ട്. ആ ജീവികൾപ്പെട്ട ഇതൊന്നും നമുക്ക് മുഴുവൻ അറിഞ്ഞോളുന്നില്ല. ഏതെങ്കിലും നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ജീവി ആണ് എന്ന് ഈ രോഗത്തിന് കാരണം എന്ന് ആരോപിക്കുന്നത് പോലെയല്ലേ ഈ രോഗമാണിത്. പിന്നെ അതേപോലെ തന്നെ ഈ വാക്സിൻ കൊണ്ടാണിത് മാറുക എന്ന് എങ്ങനെ പറയാം? വാക്സിൻ കൊണ്ട് മാറുന്ന അവർ തന്നെ ഇപ്പോൾ പറയുന്നില്ല. കാരണം വാക്സിനുള്ള ആർക്കും ഇത് അസുഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എല്ലാവർക്കും ബാധിച്ചോളന്നില്ല എന്നുള്ള ഇത് വന്നിരിക്കുന്നു. ഇപ്പോൾ പണ്ടൊക്കെ ഈ പേവിഷബാധ ക്കുള്ള വാക്സിൻ വെച്ചാൽ പിന്നെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതും ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയും ഇത്ര ശതമാനം പേർക്ക് ഉണ്ടാവാന്നുള്ളതായി. അതായത് ഇത് കൃത്യമായി ഈ വാക്സിൻ എന്ന് പറഞ്ഞത് ഒരു അജ്ഞാത ലോകത്തുള്ളതാണ്. വൈറസ് എന്ന് പറഞ്ഞതും ഒരു അജ്ഞാത ലോകത്തുള്ളതാണ്. അത് ഇതിൻ്റെ മുമ്പ് ഓരോ കാലത്തും ആ കാലത്ത് ഒരു അജ്ഞാത ലോകമുണ്ട്. ആർക്ക്? സാധാരണ മനുഷ്യന് അതിനെ ബന്ധപ്പെടാൻ എങ്ങനെ കഴിയുള്ളൂ? അന്ന് ഉണ്ടായിരുന്ന ശാസ്ത്രത്തിലെ വിദഗ്ധരാണെന്ന്. അന്നത്തെ ശാസ്ത്രം ദൈവത്തിൻ്റെയും പിശാച്ചിൻ്റെയും കണ്ടുപിടിച്ച കാലത്ത് അതിൻ്റെ ശാസ്ത്രജ്ഞന്മാരാണ് അന്നുണ്ടായിരുന്നത്. അവർ പറഞ്ഞതനുസരിച്ചാണ് മറ്റുള്ളവരെ ചെയ്ത്. അതേപോലെ തന്നെയല്ലേ ഇന്ന് ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞ് ശാസ്ത്രത്തിൽ ഞങ്ങൾക്കാണ് ഏറ്റവും മുന്നിലുള്ളത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്ന അതിന് എത്ര കണ്ട് അടിത്തറയുണ്ട് എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ
പേനായിക്കോട്ടെ, പേൻ അശുദ്ധമായ തലയിൽ, അശുദ്ധമായ തല എന്ന് പറഞ്ഞാൽ തലയിൽ മാത്രം വൃത്തിയാക്കിയതുകൊണ്ട് കാര്യമില്ല. നമ്മളെ ശരീരം തന്നെ വൃത്തിയാക്കണം. ശരീരത്തിൻ്റെ രക്തം വൃത്തിയാക്കണം, ശരീരത്തിൻ്റെ സെല്ലുകൾ വൃത്തിയാക്കണം, ശരീരത്തിൻ്റെ ഇൻപുട്ട് വൃത്തിയാക്കണം. അങ്ങനെയാണെങ്കിലാണ്, അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞാലാണ് നമ്മളെ പേനൊക്കെ പറ്റില്ലാതാവുള്ളൂ. അതല്ലാതെ പേന നമ്മൾ എടുത്തു കളഞ്ഞിട്ടോ പേനിൽ നമ്മൾ കുറേ കീടനാശിനി തേച്ചിട്ട് പിന്നെ തല കഴുകിയതുകൊണ്ടോ ഒന്നും പേൻ പോവില്ല. അതിനുള്ള പറ്റിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രകൃതി അതിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. അത് താരനും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. നിങ്ങൾ ശരിക്കും പേനാണെങ്കിൽ ഒരു 2 മാസം വെറും നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള രാസവളങ്ങളും കീടനാശിനികളും ഒന്നുമില്ലാത്ത വസ്തുക്കൾ മാത്രം കഴിച്ചിട്ട്, അതും വേവിക്കാതെ നേരിട്ട് കഴിക്കാൻ കഴിയുന്ന വസ്തുക്കൾ മാത്രം കഴിച്ചിട്ടിരുന്നൊക്കെ ഇതൊക്കെ നിങ്ങളെ ശരീരത്തിൽ നിന്ന് പറ്റില്ലാതാവും. അതുമാത്രമല്ല, ഈ പേൻ്റെ കൂടെ തന്നെ നിങ്ങളെ പ്രമേഹവും പോവും, പ്രഷറും പോവും, എല്ലാ രോഗങ്ങളും പോവും. അതാണ് പ്രകൃതിയുടെ. ഇനി അത് മാത്രമല്ല, നിങ്ങളീ പറയുന്ന കാര്യമുണ്ടല്ലോ ഇപ്പോൾ ആർത്തവരക്തം. ആർത്തവരക്തം എന്ന് പറഞ്ഞത് അശുദ്ധിയുടെ മറ്റൊരു ഭാഷയാണ് അർത്ഥം. പ്രകൃതിയുടെ നമ്മളെ ബോധ്യപ്പെടുത്തലാണ്. നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾ വേണ്ടാത്ത വസ്തുക്കൾ കഴിക്കാത്തിടത്തോളം കാലം ആർത്തവരക്തം കുറഞ്ഞ് അത് വളരെ വളരെ കുറഞ്ഞ തീരെ ഇല്ലാതാവും. മനുഷ്യൻ വേണ്ടാത്ത അല്ലെങ്കിൽ അവന് പ്രകൃതി നിശ്ചയിച്ചതല്ലാത്ത ആഹാരം കഴിച്ചത് കൊണ്ടും അത് വേവിച്ചും പിന്നെ കൂട്ടിക്കലർത്തിയും കഴിച്ചുകൊണ്ട് ഉണ്ടായതാണ് അവന് ആർത്തവരക്തം. അതേപോലെ തന്നെ ഈ അശുദ്ധി എന്നത് യഥാർത്ഥത്തിൽ എല്ലാ അശുദ്ധിയാണ് നമ്മളെ രോഗങ്ങൾക്കൊക്കെ കാരണം. രോഗങ്ങളായിക്കോട്ടെ, പിന്നെ പനി ആയിക്കോട്ടെ, ജലദോഷമായിക്കോട്ടെ, വയറിളക്കമായിക്കോട്ടെ, ഛർദി ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ പൊതുവായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വേണ്ടാത്ത വസ്തുക്കളെ പുറന്തള്ളുക എന്നുള്ളതാണ്. പനിയുള്ളപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ വായ കഴിക്കും, പിന്നെ വായ നാറും, ക്ഷീണം തോന്നും, ഒന്നും കഴിക്കണ്ടെന്ന് തോന്നും, വിശപ്പുണ്ടാവില്ല, രുചി ഉണ്ടാവില്ല. അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിങ്ങൾ ഇപ്പോൾ ഒന്നും കഴിക്കരുത് എന്ന് പറയുന്നതാണ്. ആ ഒന്നും കഴിക്കരുതെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കഴിച്ചാൽ തന്നെ അത് വിഷമാകും. ഇനി വിഷം തന്നെ കഴിച്ചാലോ, മരുന്നെന്ന പേരിലാണെങ്കിലും, ഇനി വലിയ പടച്ചോൻ കൊണ്ടുവന്നതാണെന്നാണെങ്കിലും, ഇനി തങ്ങൾ കൊണ്ടുവന്നതാണെങ്കിലും, ഇനി ഡോക്ടർമാർ, ഇന്നത്തെ പുതിയ ശാസ്ത്രീയ തങ്ങന്മാരായ ഡോക്ടർമാർ പറഞ്ഞതാണെങ്കിലും, അയാൾ അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് PhD എടുത്തു വന്ന ആൾക്കാർ തരുന്ന ഔഷധം എന്നുള്ള പേരിലുള്ള വിഷമാണെങ്കിൽ പോലും അത് വിഷം തന്നെയാവും. അതുകൊണ്ട് നിങ്ങളെ ജീവൻ രക്ഷപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കണമെന്ന് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിലും നിങ്ങളെ ശരീരത്തിന് ജീവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മറികടക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ രോഗങ്ങൾ എന്ന് പറയുന്നതും ഒക്കെ അശുദ്ധിയുടെ ഒരു ബഹിർഗമനമാണ്, അശുദ്ധിയുടെ ഒരു പ്രൊജക്റ്റാണ്, ഒരു പ്രൊജക്ഷനാണ്. അതിന് നമ്മുടെ ശരീരം വൈറസിനെയും ബാക്ടീരിയയും മറ്റ് വിഷബീജങ്ങളെയും രോഗബീജങ്ങളെയും ഒരു നിലക്കും സ്വാധീനിക്കാത്ത രീതിയിൽ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇൻപുട്ട് മാറ്റണം എന്നതാണ് അർത്ഥം. അതായത് ഞാൻ പറഞ്ഞു വന്നത് 22-ാം നൂറ്റാണ്ടിലെ
ഈ മതങ്ങളെ എങ്ങനെയാണോ ദൈവത്തിനെ ഉപയോഗിച്ചത്, അതേപോലെ മറ്റ് ആധുനിക പുരോഹിതന്മാരായ ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ ഒക്കെയാണ് രോഗങ്ങളെ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. രോഗം എന്നതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അതുവഴി നിങ്ങളെ കയ്യിലുള്ള പൈസ എങ്ങനെ എൻ്റെ കയ്യിലെത്താം എന്നുമുള്ള ഒരു ചൂഷണ പർവം നിലനിൽക്കുന്നു. അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ചും ഈ യൂറോപ്യൻ കോളനൈസേഷനോടുകൂടി അതിന് കൂടുതൽ ഒരു വ്യവസ്ഥാപിതമായ രീതി വന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈ വാക്സിനേഷനും വരുന്നത്. അല്ലാതെ ഈ വാക്സിനേഷനും അതേപോലെ തന്നെ ഈ രോഗങ്ങളും തമ്മിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് COVID-19 തമ്മിൽ ഒരു ബന്ധമില്ല. ആ ബന്ധം ഉണ്ട് എന്നുള്ള ആരോപണത്തിന് തന്നെ യാതൊരു ബേസും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് 20-ാം നൂറ്റാണ്ടോടുകൂടി വന്ന ആപേക്ഷികതാ സിദ്ധാന്തം, പൊതു ആപേക്ഷികതാ സിദ്ധാന്തം വഴി നമുക്ക് ഈ പ്രകൃതിയെ മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങാനേ പറ്റുള്ളൂ. പ്രകൃതിയെ മറികടക്കുക എന്ന നമ്മളെ വിചാരം, അത് അവിടെ പോക്കറ്റിൽ വെച്ചാൽ മതി. അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കാശുണ്ടാക്കുക എന്നുള്ളതല്ലാതെ പ്രകൃതിയെ തോൽപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. നാം പ്രകൃതിയുടെ ഉള്ളിലുള്ളതാണ്. നാം പ്രകൃതിക്കകത്താണ്. പ്രകൃതി നമുക്ക് കീഴടക്കാനുള്ള ഒരു വസ്തുവല്ല. രോഗങ്ങളും ഇതൊക്കെ നമ്മളെ ഉള്ളിലുള്ളതാണ്. അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും എന്നുള്ള ആ തത്വം മാറണമെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ചൂഷകരെ ഇല്ലാതാക്കണം. മതം ഇല്ലാതാവണമെങ്കിൽ, ദൈവം അല്ലെങ്കിൽ പുരോഹിതന്മാരില്ലാതാവണമെങ്കിൽ ആദ്യം ദൈവം പോകണം എന്ന് പറഞ്ഞ പോലെ തന്നെ ചികിത്സ ഇല്ലാതാവണമെങ്കിൽ നമുക്ക് ഇടയിലുള്ള ഈ ആധുനിക പുരോഹിതന്മാരായ ശാസ്ത്രജ്ഞന്മാർ പോകണം. ഈ ശാസ്ത്രജ്ഞന്മാരും അതിനിടയിലുള്ള സയൻസും ഉണ്ടാക്കി തന്നതല്ല നമ്മുടെ ജീവനുള്ള ശരീരം എന്നത്. അത് പ്രകൃതിയുടെ താളത്തിനനുസരിച്ച് ഉണ്ടായി വന്നതാണ്. അതങ്ങനെ തന്നെ ആ താളത്തിനനുസരിച്ച് തന്നെ അത് ഇല്ലാതാവുകയും ചെയ്യും. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക, പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ വാക്സിനേഷനും അതേപോലെ തന്നെ വൈറസും ഒക്കെ എയറിൽ ഒതുങ്ങും എന്നാണ് എനിക്ക് പറയുന്നത്. ഇനിയും ഇപ്പോൾ നമുക്ക് വൈറസ് പോലെ ഏറ്റവും സൂക്ഷ്മമായത്, അതിലും സൂക്ഷ്മമായതിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇലക്ട്രോണിക്സുകളിലേക്കും മറ്റേ കടന്നിട്ടുള്ളൂ. അത് ഇനിയും അതിൻ്റെയും താഴെയുള്ള മറ്റ് പല വസ്തുക്കളിലേക്കും അതേപോലെ ഫ്യൂഷനിലേക്കും മറ്റ് രീതിയിലേക്കും മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സയൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ വസ്തുക്കൾ വരും. അതൊന്നുമല്ല മനുഷ്യനുണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ വിവേകപൂർവ്വം ചിന്തിച്ചാൽ മനസ്സിലാവും എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.